നമുക്കിന്ന് കുറച്ച് ചേമ്പ് അന്നത്തെ ചേമ്പ് നടണ്ടേ ഇതാ നട്ടിട്ടില്ല. അത് ഇതാ ഉണ്ട്, അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2, 4, 5 ഉണ്ട്. 5 ചാക്ക് ഇതാ എടുത്തിട്ട് ഇലയിൽ ഇവിടെ കൊണ്ടുവച്ചതുണ്ട്. അത്ര മണ്ണ് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇനി ഇല അടിയിൽ നിറച്ചിട്ട് കുറച്ച് ചാരമുണ്ട്, വെണ്ണീര്. ഞാൻ വന്ന് തീട്ട വെണ്ണീര് കുറച്ച് കിട്ടിക്കണെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വെണ്ണീര് ഉണ്ടല്ലേ ചാരം എന്നെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ ഇട്ടിട്ടേ ഒന്ന് കുഴച്ചിട്ട് ഇതിൽ നിറക്കാം. കിഴങ്ങ് വർഗത്തിനെല്ലാം ഇത് ചാരം നല്ലതാണ്. നമുക്ക് കോഴിവളം ഇട്ടിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ഇലയുടെ കൂടെ ഇതും കൂടെ ഇട്ട് പിന്നെ നമുക്ക് വളം കൊടുക്കാൻ ഇല്ലത് കൊടുക്കല്ലോ. അതിനായിട്ട് ഒരുപാട് പൈസ ഒന്നും നമുക്ക് ചിലവാക്കാൻ കഴിയില്ല. നമുക്കിങ്ങനെ കിട്ടുന്നത് മതി ഉണ്ടല്ലേ. ഇതും കൂടെ കുഴച്ചിട്ട് ഞാനത് ഇലയും എല്ലാം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോന്ന് നോക്കുമ്പോൾ കാണിച്ചു തരാം. ഈ ചാക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കണ്ടില്ലേ. കിഴങ്ങെല്ലാം തീർത്ത് വരുന്നുണ്ടല്ലേ. എന്നാൽ ഇലയെല്ലാം വാരി നിറച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നമുക്ക് 5 എണ്ണത്തിലായിട്ടുണ്ട് ഇത്, കണ്ടല്ലേ. ഇത് മണ്ണും കൂടെ നിറച്ചിട്ട് നടുന്നത് കാണിച്ചു തരാം. മണ്ണ് കയറി നിറക്കാൻ നമുക്കെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. മണ്ണ് കുറച്ചിട്ടിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് കുറയും തോറും മണ്ണ് താഴ്ന്നോറും നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ. ഇല്ലത് കൊണ്ട് ഓണം പോലെ ഇനത് മതിയല്ല. പച്ചക്കറിക്കെല്ലാകുമ്പോൾ നമുക്ക് നല്ല വളം കൊണ്ടുവന്നിട്ട് ആക്കി വെക്കണം. വിത്ത് മുളക്കുമ്പോഴൊക്കെ ഒക്കെ എല്ലാം ആക്കി വെക്കണം വളമെല്ലാം. എല്ലാം നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇല്ലേ ഇതെല്ലാം നിറക്കുന്നത് പോലെ നല്ല വൃത്തിയിൽ നിറച്ചിട്ട് നടാം. ഇത്ര എണ്ണത്തിൽ നട്ട് കൊടുത്തു. ഇതാ ഇല്ലേ. അന്ന് വിളവെടുത്ത ചേമ്പാന്നിത്. ഇത് നമുക്കെടുത്ത് അധികം വെയിറ്റ് ഇല്ലല്ലോ. ഇലയായതുകൊണ്ട് അധികം വെയിറ്റ് ഇല്ലാണ്ട് നമുക്ക് എടുത്ത് കൊണ്ടൊക്കെ ഇവിടെ എടുത്ത് കൊണ്ടുവെക്കാം. ഈ ചെടി അവിടെ ഉണ്ടായിരുന്നത് ഇതിന് വെയിൽ പറ്റുന്നില്ല. ഈ ചെടിക്ക് അധികം വെയിൽ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ തണലത്തെടുത്ത് വെച്ചിട്ടായില്ലേ നമുക്ക് ആടെ ചേമ്പ് എടുത്തുകൊണ്ടൊക്കെ ചാക്കല ഇവിടെ കൊണ്ടൊക്കെ. അതിന് വെയിൽ ആവശ്യമാണെന്നല്ല. അങ്ങനെ ചെയ്യാം. ഞാൻ എടുത്ത് കൊണ്ടുവച്ചിട്ട് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ. ഇതെല്ലാം എടുത്ത് ഇടിയാ കൊണ്ടുവച്ചിട്ടില്ല. പൈപ്പിലതുകൊണ്ട് വെള്ളം നനച്ച് കൊടുക്കാനും ഇതൊക്കെ നനച്ച് കൊടുക്കണേന് ഇടിയാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. കുറച്ച് വളരുമ്പോൾ എടുത്ത് ദൂരം വെക്കാം. ഇപ്പം ഇങ്ങനെ നിൽക്കട്ട്. ഒന്നിൽ മാത്രം കപ്പയുണ്ട്. കപ്പ നമുക്ക് നടണം. നോക്കാം, ചാക്കല നട്ട് നോക്കാം. ഒരു കുഴി കുഴിച്ചതിലെടുത്ത് ഇതാക്കാനും ചെയ്യാം. ഇതിലെത്ര പോലെ കപ്പയ്ക്ക് സ്ഥലമില്ലല്ലോ. വലിയ ചാക്ക് കിട്ടണം. പിന്നെ അങ്ങനെ വെള്ളം നനക്കാൻ ഇതെല്ലാം മാറ്റി വെച്ചു. ഇവിടെ സ്ഥലമായല്ല. ഇവിടെ നമുക്കൊരു ഒരു ഇത് കണ്ടോ. ഇത് നീല കളറില്ല. ഇതിന് കിഴങ്ങും ഉണ്ടാവും. ഇതപ്പുറം മുകളിൽ ചീലച്ചേമ്പ് തന്നെ ഇതിനെ പറയില്ല. ചുവന്ന ചീലച്ചേമ്പ്, പക്ഷേ അതിന് കിഴങ്ങും ഉണ്ടാവും. അതിന് പോള മുറിച്ച് കറി വെക്കുന്ന നല്ല കിഴങ്ങുണ്ടാവും. ഇതിന് രീതിയിൽ നടാ. തയ്യാവട്ട് കണ്ടില്ലേ. വാടിപ്പോയത്. അപ്പോൾ ഇത്രയും മതിയേ. ഞാൻ എന്തായാലും ചെയ്യും. പിന്നെ വീഡിയോ എടുത്ത് കാണിക്കാൻ കേട്ടാ. ഇതിനെല്ലാം വെള്ളം നനച്ച് കൊടുത്തിട്ട് ചോറിനാനാവും. പനിക്കൂർക്ക അതാണ് എല്ലാം കണ്ടതാ. അപ്പോൾ നട്ടതെല്ലാം തേക്കുന്നുണ്ടതാ. പനിക്കൂർക്ക ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട, ഇത് ചുമക്കൂർക്ക. ഇപ്പം ഞാൻ കാണിച്ചത് പനിക്കൂർക്ക. ഇനി ഇല വലിയതായിട്ട് നല്ല ആരോഗ്യത്തോടെ ഉണ്ട്. കണ്ടില്ലേ. ഇതാണ് ചുമക്കൂർക്ക. കണ്ടില്ലേ. നമ്മൾ ചുമക്കും കഫക്കെട്ടിനെല്ലാം നല്ലതാണിത്. കുഞ്ഞക്കും വലിയാക്കും എല്ലാം ഇത്. അവർ ഇല്ലാത്തവർ ഇപ്പം എല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ. എല്ലായിടത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടത് നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ നട്ടാൽ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പം ഇത് വെച്ച് കുടിച്ചാൽ മതി. വെള്ളം വെച്ചിട്ടോ നീരെടുത്ത് കുടിച്ചിട്ടോ. ഇത് നല്ല വിക്സിൻ്റെ മണമാണ് ഇതിന്. ചുമക്കൂർക്കാന്ന് ഇതിനെ പറയും. മറ്റിപ്പം ഞാൻ കാണിച്ചത് പനിക്കൂർക്ക. അതെല്ലാം കഴിഞ്ഞു പോയി. അപ്പുറത്തുണ്ട് നല്ലോണം മോളടുത്ത്. പൊന്നാങ്കണ്ണിക്കാട് താണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ചെമ്പുത
ഇപ്പം നട്ട ചേമ്പല്ല ഇതാ. ഇനി അതിൻ്റെ കണ്ടയിലാടി ഉണ്ട് ഇത്രയും, അതെല്ലാം നടണം. ആ കണ്ട കുത്തി നട്ടാൽ കുറേ തൈകളാവും നമുക്ക്. മണ്ണിൽ നട്ടാലും മതി, ചാക്കിൽ നടണമെന്നില്ല, ഇതുപോലെ തൈയാവും. അത് നമുക്ക് പന്നി ഇന്നലെയും വന്നിട്ടില്ല, ഞാൻ പോയി നോക്കി കളിച്ചിട്ട്. അന്നേരം വെടി പൊട്ടിച്ചു മോൻ, ചെറിയ പടക്കെടുത്ത് പൊട്ടിച്ചു. കുഞ്ഞു വെടിയില്ല, അവരെ പൊട്ടാസാന്നാണ്. ഇപ്പോൾ മതിയാക്കി ഞാൻ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. കുറച്ച് നേരം വിശ്രമിച്ച് അത്രേ ചെയ്യൂലൂ, കുറച്ചായിട്ട്. ശരി എന്നാലേട്ടാ, വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.